തള്ളി തുടങ്ങിയിട്ട് ട്രാജഡി ആയ ഒരു കഥയാണ് കേട്ടോ എനിക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ഒരു ഈവനിങ് വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഇങ്ങ് വീഡിയോ എടുത്ത് തുടങ്ങിയാണ്. ആമോസിൻ്റെ ഒക്കെ ഒരു ഹായ് ഒക്കെ ഇട്ടുന്നോട്ടെ. അപ്പോൾ മല്യമ്മേനോട് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒടുക്കത്തെ ചാടട്ടോ. ഞങ്ങൾ തോമരയൊക്കെ പരിപ്പാക്കാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവളാണെങ്കിൽ എൻ്റെ കൂടെ ഏത് വീഡിയോയ്ക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കട്ടോ. നൈറ്റ് ചെയ്തുകൊണ്ട് അവൾക്കൊരു മടിയെന്ന് പറഞ്ഞാൽ അവൾ പോയിട്ട് ടോപ്പൊക്കെ മാറി വന്നു. ഇവിടെ പിന്നെ എൻ്റെ ഏട്ടനും ചേച്ചിയും ഭയങ്കര സ്നേഹപ്രകടനത്തിലായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ നല്ലൊരു ദിവസം നല്ല കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് വീഡിയോ ഞങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കുറേ നേരം കളിയും ചിരിയും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും കയ്യിൽ ഒരേ സ്ഥലത്ത് ഒരേപോലെ ടാറ്റു അടിച്ചതൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. ഇനി എന്തായാലും ബാലവാടി പോവാം, നമ്മുടെ സച്ചു വരാൻ ടൈമായി. സോ ഞാൻ എന്തായാലും ബാലവാടിക്ക് വെച്ച് പിടിച്ചിട്ടോ. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ചേച്ചി അവൻ ഇങ്ങോട്ട് കൂട്ടി വരാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഒരു മുട്ടായൊക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു വന്ന് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴേക്കും അപ്പു വെച്ചു എത്തിട്ടോ. ഈ വരവ് കണ്ട ഇന്നിവന് വലിയൊരു പണി ഒപ്പിക്കുന്ന ആരെങ്കിലും പറയുമോ? അത്രയും ഡീസൻ്റ് ആയിട്ടല്ല അവൻ വരുന്നത്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും റോട്ടിൽ പോയി ട്രാജഡി സംഭവിച്ചു ഗൈസ്. റോഡിൽ തലയിടിച്ച് വീണ് നെറ്റി ഒന്ന് പൊട്ടിച്ചു. ദൈവഭോഗ്യം എന്ന് പറയട്ടെ, വലിയ പണിയൊന്നും ആയില്ല, ചെറിയൊരു മുറിവ്, സ്റ്റിച്ച് ഇടേണ്ടി വന്നില്ല. എങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യിച്ച് ഞങ്ങൾ നേരെ ഇതിൻ്റെയൊക്കെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടി തട്ടുകടയിലോട്ട് വെച്ച് പിടിച്ചു. അവിടെ പോയി നല്ല അടിപൊളി മൊരി ദോശയും സാമ്പാറും ചമ്മന്തിയും കൂട്ടി നല്ല ഒരു ഫുഡ് അടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ല ചൂടൻ ഓംലെറ്റും വാങ്ങി ഞങ്ങൾ എന്തായാലും 5 പേരും നല്ല കുശാലായിട്ടിരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾക്ക് നല്ല 8ൻ്റെ പണി തന്ന ഭാവമൊന്നും വിയോൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിക്കുമായിരുന്നു. എന്തായാലും അടുത്ത പണി ഉടൻ വരുന്നുണ്ട് അവറാച്ച എന്നുള്ള ഡയലോഗ് ഓർമ്മിപ്പിച്ച് ഇവിടെ നിർത്തുന്നു.